നമസ്കാരം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലാകമാനം വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വാദദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വേദന, നീർക്കെട്ട് എന്നുള്ള പ്രശ്നങ്ങൾ, മുട്ടുവേദന, നടുവേദന, കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല, ശരിയായിട്ട് ഇരുന്നാൽ എണീക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഞരമ്പുകളുടെ ബലഹീനത കാരണം തന്നെ ശരീരത്തിൽ തരിപ്പും മരവിപ്പും ഒക്കെ തന്നെ അധികമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് വീട്ടിൽ മുറ്റത്തൊക്കെ കാണുന്ന ചില ഔഷധ ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു വെള്ളത്തിലൊന്ന് കുളിച്ചു നോക്കിയാലോ. വളരെ പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിനെ മാറ്റാൻ പറ്റുന്നതും നമ്മുടെ ഞരമ്പുകളുടെയൊക്കെ ബലം കൂട്ടാൻ കഴിയുന്നതും വേദന കുറയ്ക്കാൻ പറ്റുന്നതും വേദന സംഹാരി മരുന്നുകളെയൊന്നും ആശ്രയിക്കാതെ എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് നോക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത അതിജി. ഇതിലൊന്നാമത്തേത് നമ്മൾ പ്രസവശേഷമൊക്കെ തന്നെ സ്ത്രീകൾക്ക് വേദഗുളികയിലൊക്കെ ഉപയോഗിക്കുന്ന ആലരയാൽ, ഇത്തി, പേരാലൊക്കെ അടങ്ങിയിട്ടുള്ള ഈ 4 മരത്തിൻ്റെ പട്ടകൾ ചേർന്നിട്ടുള്ള നാൽപ്പാമര പട്ട. ഇത് എങ്ങനെ വാങ്ങിക്കുമെന്നോർത്ത് നമ്മുടെ അങ്ങാടി കടയിലോ ആയുർവേദ കടകളിലോ ഒക്കെ തന്നെ പോയി ചോദിച്ചാൽ നാൽപ്പാമര പട്ട വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ലൂസായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ്. ഒരു 5 ലിറ്റർ വെള്ളത്തിന് 1 പിടി നാൽപ്പാമരപ്പട്ട എന്നുള്ള രീതിയിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും. നന്നായി വെട്ടിത്തിളച്ച് ഒരു 20, 25, 30 മിനിറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് നന്നായി തിളപ്പിക്കാം. ഇതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് തണുത്ത് ഒരു നേരിയ ചൂടിൽ രാവിലെ ചൂടാക്കിയിട്ട് അതുകൊണ്ട് കുളിക്കാൻ ഉപയോഗിക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കും വളരെ സൗമ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഔഷധം തന്നെയാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നീർക്കെട്ടിനെയൊക്കെ മാറ്റാനാണ് സഹായിക്കുന്നത്. സന്ധികളിൽ ഉണ്ടാകുന്ന വേദന എന്ന് മാത്രമല്ല, ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ മാറ്റിയിട്ട് ചർമ്മത്തിന് നല്ലൊരു തിളക്കം അല്ലെങ്കിൽ ആ ഒരു യൗവനം നിലനിർത്താനും ആ ഒരു കാന്തി കൂട്ടാനും കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. പേശി വേദനയൊക്കെ മാറ്റാനും ഞരമ്പുകളുടെ ബലം കൂട്ടാനും വാതപിത്ത കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും സഹായിക്കുന്നുണ്ട്. ശരീരതാപം കൂടുതലുള്ള അവസ്ഥകളുണ്ടല്ലോ, പിത്തദോഷം കൂടുതലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് മെൻസസ് ആവുന്നതിന് തൊട്ട് മുൻപ് ശരീരത്തിൽ ചൂട് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഗർഭപാത്രം നീക്കിയിട്ടുള്ള ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ ചൂട് കൂടുതലായിരിക്കും. അതുപോലെ ആർത്തവം വിരാമം അടുക്കുന്ന സ്ത്രീകൾ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണിത്. ആ സമയത്ത് നമ്മുടെ പിത്തദോഷം കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം ശരീരത്തിലെ ചൂടിനെ കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ദേഹത്ത് ഒഴിച്ചു കുളിക്കാനും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു ഔഷധമാണെന്ന് വേണം പറയാൻ. അപ്പോൾ നീരും വേദനയും അകറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നുകൂടിയാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തേത് ഏതാണെന്ന് അറിയണ്ടേ? മുട്ടുവേദന, നടുവേദന, കൈകാൽ തരിപ്പ്, മരവിപ്പൊക്കെ മാറ്റാനും നല്ലൊരു വാദശമനത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് പഴുത്ത പ്ലാവില. ഞെട്ടോട് കൂടിയിട്ടുള്ള പ്ലാവില ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം. പണ്ടൊക്കെ നമ്മൾ കുമ്പിൾ കുത്തിയിട്ട് കഞ്ഞി കുടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് പ്ലാവില, ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് നല്ലതാണ്. അല്പം വെള്ളം തയ്യാറാക്കി വെച്ചാൽ ഒരു 2 3 പ്ലാവില കൊണ്ട് തന്നെ അതിൻ്റെ ആ തണ്ടോട് കൂടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പഴുത്ത പ്ലാവില ഇട്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇതിപ്പം നമ്മൾ കുളിക്കാനാണ് ഈ പ്ലാവിലയിട്ട്, 1 പിടി പ്ലാവിലയിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൽ നീർക്കെട്ട്, വേദന, ഇതുപോലുള്ള സന്ധികളിലും പേശികളുടെയും ഒക്കെ തന്നെ വേദനയും നീർക്കെട്ടും ഒക്കെ മാറ്റും എന്നതിന് പുറമെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗമൊക്കെ കാരണം നമ്മുടെ ഇത്തരം ഞരമ്പുകൾ നശിക്കുന്നത്, അങ്ങനെയുള്ള ആ ഒരു ക്ഷയം സംഭവിക്കുന്നത് തടയാൻ പറ്റും. ഇനി പ്രസവം കഴിഞ്ഞ സ്ത്രീകളും അല്ലെങ്കിൽ പ്രായമായവരൊക്കെ മുൻപ് നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതുപോലെ പ്ലാവില ഇട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഇതാണ്. ശരീരത്തിലെ ഇത്തരം ആയാസകരമായിട്ടുള്ളൊരു പ്രസവം എന്നുള്ളത് അതുപോലുള്ള ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നാഡീഞരമ്പുകളെയൊക്കെ ഒന്ന് പഴയ സ്ഥിതിയിലേക്ക് ആക്കാനും ഇത്തരം വേദനയൊക്കെ മാറ്റാനും നീർക്കെട്ട് മാറ്റാനും ഒക്കെയാണ് ഇത് സഹായിക്കുന്നത്. അത് ആ അവസ്ഥയിൽ മാത്രമല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ അതൊരു ഇളം ചൂടോട് കൂടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത്. ഇനി ഇത്തരം വെള്ളം ഒക്കെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്നതിന് കൂടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വാദത്തെ ശമിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള ഓയിലുകളുണ്ട്. അത് മുൻപത്തെ 2 വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കർപ്പൂരാദി, പിണ്ടതൈലം, സഹചരാദി, കൊട്ടൻ ചുക്കാദി, അങ്ങനെയുള്ള ഒരുപാടേറെ ആയുർവേദ മരുന്ന് കൂട്ടുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം കുഴമ്പുകൾ, ധാന്വന്തരം കുഴമ്പൊക്കെ തന്നെ തേച്ച് അപ്ലൈ ചെയ്തിട്ടതിന് ശേഷം ആ ബോഡിയിൽ സർക്കുലേഷൻ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ
ഇതുപോലുള്ള വെള്ളം കൂടെ ഉപയോഗിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ ഇളം ചൂടോടുകൂടി സന്ധികളിൽ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു തോർത്തോ കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട് അല്പനേരം ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കുകയൊക്കെയാണെങ്കിലോ മറ്റുള്ള വേദനാ സംഹാരികളെ ആശ്രയിക്കാതെ നമുക്ക് ഇത്തരം വേദനയും നീർക്കെട്ടും മാറ്റാനായിട്ട് പറ്റും. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെയും ബോഡിയെ മൊത്തത്തിൽ കൂളാക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ വരാൻ ചിലർക്ക് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് തുടർച്ചയായിട്ട് കുഴമ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുടിയെ തണുപ്പിക്കുന്ന രീതിയിൽ ഉണക്ക നെല്ലിക്കയോ ചന്ദനമോ രാമച്ചമോ ഒക്കെ ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ച് തലയിൽ ഒഴിക്കുന്നതും ഒക്കെ തന്നെ ആ ഒരു മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനും നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ടിപ്പ് കൂടെയാണ്. അതിയായ ചൂടോ തണുപ്പോ കൊണ്ടുണ്ടാകുന്ന ശരീരവേദനയൊക്കെ കുറയ്ക്കാൻ ഈ ഒരു പ്ലാവില ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഇനി ഈ പ്ലാവില ഒരു 8 or 10 ഒക്കെ തന്നെ നമ്മൾ 8 തണ്ടോട് കൂടിയിട്ട് തിളപ്പിച്ച് വറ്റിച്ച് അതൊരു വെള്ളമായിട്ട് കുടിക്കാനും ഉപയോഗിക്കും കേട്ടോ. അത് ശരീരത്തിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് തരുന്നത് എന്നുള്ളത് നോക്കാം. ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ശരീരത്തിലെ ഗ്ലൂക്കോസ് ടോളറൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ഉള്ളൊരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് ഈ രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റും. ശരീരത്തിലുണ്ടാകുന്ന അമിത കൊഴുപ്പ് പലപ്പോഴും നമ്മുടെ ആരോഗ്യവും ആത്മവിശ്വാസവും ഒക്കെ നശിപ്പിക്കുന്നതാണ്. ഇതിന് പരിഹാരം കാണാനും ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അടിവയറ്റിലെയും കൈകിടയും തൊടയിലെയും ഒക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന അഡിപ്പോസ് കൊഴുപ്പ് ടിഷ്യൂകൾ ഇവയൊക്കെ കത്തിച്ച് ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം ഇവയൊക്കെ നിയന്ത്രിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള പൊട്ടാസ്യം അടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ പലരെയും വെല്ലുവിളിയിലാക്കുന്ന ഒന്നാണ് അകാല വാർദ്ധക്യം എന്നുള്ളത്. ഇതിനെ പരിഹരിക്കുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള ഒരു രീതിയാണ് ഈ വെള്ളം കുടിക്കുന്നത്. ചർമ്മകോശങ്ങളുടെ നാശത്തെ മന്ദഗതിയിലാക്കുന്നതിനാൽ ഇതിന് ആൻറ്റി ഏജിങ് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ചർമ്മത്തെ ഒന്ന് ചെറുപ്പമാക്കി ഇരുത്താൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വിഷാംശത്തെയൊക്കെ പുറന്തള്ളാൻ, ഈ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് ഈ പ്ലാവില വെള്ളം നമുക്ക് ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ലേ. നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെയൊക്കെ ഇല്ലാതാക്കുന്നത് വഴി ഇതുപോലുള്ള ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന നാൽപ്പാമരപ്പട്ട നമുക്ക് പുറത്ത് കടയിലൊക്കെ പോയി വാങ്ങിക്കണം എന്നുള്ളതുകൊണ്ട് പലർക്കും ഇത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരാം. അങ്ങനെയുള്ളവർക്ക് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ഇലകൾ പറിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു പിടി ഇല ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഈ പ്ലാവിലയൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കേട്ടോ, ഒരു പിടി മുരിങ്ങയില, അതുപോലെ പേരയില, പേരക്കയുടെ ഇല ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറുന്തോട്ടിയുടെ ഇല, അതുപോലെ പുളി എന്ന് വെച്ചാൽ വാളംപുളി ഉണ്ടല്ലോ, ടാമറിൻഡ്, അതിൻ്റെ ആ കുനുകുനായുള്ള ആ ഇല ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ വാദം കൊല്ലി ഇലയുണ്ട്, കുരുമുളകിൻ്റെ ഇലയുണ്ട്. ഇതും ഇലയുടെ കൂടെ തന്നെ കുരുമുളകിൻ്റെ തണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഇനി മാവിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ടും ആവണക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം വെട്ടിത്തിളപ്പിച്ച് അത് അടച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ ഒരു ചെറു ചൂടിൽ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നതും ഇതുപോലുള്ള വേദനയും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഇത് വേദഗുളിയിലാണെങ്കിലോ ഇത് ഇലകളുടെ എണ്ണം പിന്നെയും കൂടും. ഇതിനു പുറമെ ഇഞ്ചി പുല്ല്, പൂവാനി ഇല, പൂവരച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ ഉങ്ങിൻ്റെ ഇല, ഇത്തരം ഒത്തിരി ഔഷധ ഇലകൾ വീണ്ടും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഇലകൾ ഇതുപോലെ ഇട്ട് തിളപ്പിച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്നത് ഇത്തരം വേദനയും നീർക്കെട്ടും നിശേഷം ശമിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും. പലർക്കും ഉള്ളിലേക്ക് എടുക്കാനൊക്കെയാണ് ബുദ്ധിമുട്ട് പറയാറുള്ളത്. ഇത് നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഏത് ഇലയായാലും നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. അലർജി പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഇത്തരം ഔഷധ ഇലകളൊക്കെ തന്നെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഇത്തരം ഇലകൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വേദനയും നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മരുന്നിനെ തന്നെ ആശ്രയിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിൽ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമായെന്ന് തോന്നിയാലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.